ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ശ്രുതീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഇഡിയംസ് ആണ്. SCERT നിന്നും NCERT നിന്നും സെലക്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഫസ്റ്റ് വൺ, എഗെയിൻസ്റ്റ് ദ ഗ്രെയിൻ. എഗെയിൻസ്റ്റ് ദ ഗ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗെയിൻസ്റ്റ് നോർമൽ പ്രൊസീജിയർ, നമ്മൾ സാധാരണ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് വിപരീതമായിട്ട് എന്നുള്ളൊരു മീനിങ് ആണ് എഗെയിൻസ്റ്റ് ദ ഗ്രെയിൻ. എങ്ങനെ ആലോചിക്കുന്നത്? നമ്മൾ സാധാരണയായിട്ട് ഗ്രെയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് ചോറ് അരിയൊക്കെയല്ലേ കഴിക്കുന്നത്, അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഗെയിൻസ്റ്റ് നോർമൽ പ്രൊസീജിയർ. നെക്സ്റ്റ് വൺ, ഗിഫ്റ്റ് ഓഫ് ദി ഗ്യാബ്. ഗിഫ്റ്റ് ഓഫ് ദി ഗ്യാബ് എന്ന് പറഞ്ഞാൽ സ്പീക്ക് വിത്ത് എലക്വൻസ് ആണ്. അതായത് നന്നായിട്ട് സംസാരിക്കാൻ കിട്ടുന്ന ഒരു കഴിവ്, അതിനെയാണ് നമ്മൾ പറയുന്നത് ഗിഫ്റ്റ് ഓഫ് ദി ഗ്യാബ് എന്ന് പറയുന്നത് കേട്ടോ. സ്പീക്ക് വിത്ത് എലക്വൻസ് ആണ്, അതൊരു ഗിഫ്റ്റാണ് അല്ലേ, നന്നായിട്ട് സംസാരിക്കാൻ കിട്ടുന്ന ഒരു കഴിവ്. അടുത്തത് ഫ്ലൈ ഇൻ ദി ഓയിൻമെൻറ്റ് ആണ്. ഇതിൻ്റെ മീനിങ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എന്താ, സ്വർഗ്ഗത്തിലെ കട്ടുറുമ്പാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. കാരണം ഓയിൻമെൻറ്റിൽ ഒരു ഫ്ലൈ വന്നിരിക്കുക, അപ്പോൾ സ്വർഗ്ഗത്തിലെ കട്ടുറുമ്പ് എന്നുള്ളൊരു മീനിങ് ആണ്. മൈനർ ഇറിറ്റേഷൻ ദാറ്റ് സ്പോയിൽസ് ദി സക്സസ് ഓർ എൻജോയ്മെൻറ്റ് ഓഫ് സംതിങ്. ഓക്കെ, ആരുടെയെങ്കിലൊക്കെ ഒരു എൻജോയ്മെൻ്റ് ഒക്കെ സ്പോയിൽ ചെയ്യുന്ന ഒന്നിനെയാണ് നമ്മൾ പറയുന്നത് ഫ്ലൈ ഇൻ ദി ഓയിൻമെൻറ്റ്. കീൻ ആസ് മസ്റ്റാർഡ്. കീൻ ആസ് മസ്റ്റാർഡ് മീൻസ് ഇറ്റ് ഇസ് എക്സ്ട്രീംലി ഇൻട്രസ്റ്റഡ്, ഭയങ്കരമായിട്ട് ഇൻട്രസ്റ്റഡ്, അതിനെയാണ് നമ്മൾ പറയുന്നത് കീൻ ആസ് മസ്റ്റേർഡ്. അപ്പോൾ ചെറിയ കണക്ഷൻ കൊടുക്കാൻ നമുക്ക് മസ്റ്റേർഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ കടുക് അല്ലേ, ഈ കടുകൊക്കെ ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന കാണാനൊക്കെ നമുക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് അല്ലേ, അങ്ങനെ ഒന്ന് ആലോചിക്കുക കേട്ടോ. കീൻ ആസ് മസ്റ്റേർഡ് മീൻസ് ഇറ്റ് ഇസ് എക്സ്ട്രീംലി ഇൻട്രസ്റ്റഡ്. നെക്സ്റ്റ് വൺ, ഇൻ എ ബ്രൗൺ സ്റ്റഡി. ഇൻ എ ബ്രൗൺ സ്റ്റഡി എന്ന് പറഞ്ഞാൽ നോട്ട് പേയിങ് അറ്റൻഷൻ ഇൻ സ്റ്റഡീസ്. അതായത് നമ്മൾ പഠനത്തിൽ കറക്റ്റായിട്ട് അറ്റൻറ്റീവായിട്ട് ഇരിക്കുന്നില്ല, നമ്മൾ വേറെ എന്തൊക്കെയോ ഇങ്ങനെ ആലോചിച്ചിരിക്കുക. അപ്പോൾ അത്തരത്തിലുള്ള സ്റ്റഡീനെയാണ് നമ്മൾ പറയുന്നത് ഇൻ എ ബ്രൗൺ സ്റ്റഡി കേട്ടോ. ബോസം ഫ്രണ്ട്. ബോസം ഫ്രണ്ട് മീൻസ് ഇൻറ്റിമേറ്റ് ഫ്രണ്ട്. അപ്പോൾ നമ്മുടെ ഏറ്റവും ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഫ്രണ്ടിനെയാണ് ബോസം ഫ്രണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ചെറിയ കണക്ഷൻ കൊടുക്കാം. ബോസം എന്ന് പറയുമ്പോൾ നമുക്ക് സം എടുക്കാമല്ലോ അല്ലേ, സം ഫ്രണ്ട്സ്. നമുക്ക് കുറച്ച് ഫ്രണ്ട്സ് മാത്രമേ ഭയങ്കര ഇൻറ്റിമേറ്റ് ആയിട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഒന്ന് ആലോചിക്കുക കേട്ടോ. ബോസം ഫ്രണ്ട് ഇറ്റ് മീൻസ് ഇൻറ്റിമേറ്റ് ഫ്രണ്ട്. ടങ് ഇൻ ചീക്ക് ഇറ്റ് മീൻസ് ഹ്യൂമർ. അതായത് നമ്മൾ ടങ് ഇൻ ചീക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹ്യൂമറാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ആലോചിക്കാം, അതായത് ഈ പിള്ളേരൊക്കെ പറ്റിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ടങ്ക് കവിളിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കാണിക്കില്ലേ, ഒരു തമാശയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഒന്ന് ആലോചിക്കുക, ഇറ്റ് ഇസ് ഹ്യൂമറാണ് കേട്ടോ. അങ്ങനെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക. സൗത്ത് പോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡഡ് എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. ത്രോ ഇൻ ദി ടവൽ ഇറ്റ് മീൻസ് അക്സെപ്റ്റ് ഡിഫീറ്റ്. ഡിഫീറ്റ് അക്സെപ്റ്റ് ചെയ്യുക, ആ ഒരു മീനിങ് ആണ് ത്രോ ഇൻ ദി ടവൽ. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ തോറ്റു കഴിയുമ്പോൾ തമാശയ്ക്ക് പറയാറുണ്ട്, ഇങ്ങനെ തലയിൽ കൂടെ ടവലിട്ട് പോകുക അല്ലെങ്കിൽ തലയിൽ കൂടെ മുണ്ടിട്ട് പോകുക എന്നുള്ള രീതിയിലൊക്കെ പറയാറുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനെ ഒന്ന് ഓർത്ത് വയ്ക്കുക, ത്രോ ഇൻ ദി ടവൽ ഇറ്റ് മീൻസ് അക്സെപ്റ്റ് ഡിഫീറ്റ്. ഹിറ്റ് ദി ബുക്സ്. ഹിറ്റ് ദി ബുക്സ് എന്ന് പറഞ്ഞാൽ സ്റ്റഡി കേട്ടോ. ഹിറ്റ് ദി ബുക്സ് എന്ന് പറഞ്ഞാൽ ബുക്സിനെ പോയിട്ട് അടിക്കാനൊന്നും അല്ല, എന്താണ് പോയി പഠിക്കുക എന്നുള്ളൊരു മീനിങ് ആണ് ഹിറ്റ് ദി ബുക്സ്. ഹിറ്റ് ദി ഹേ എന്ന് പറഞ്ഞാലോ സ്ലീപ്പ്, കിടന്നുറങ്ങേണ്ട ടൈമായി, കിടന്നുറങ്ങാറായി എന്നുള്ളൊരു സമയമൊക്കെയാണ് ഹിറ്റ് ദ ഹേ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ച്യൂ സമ്മൺ ഔട്ട് മീൻസ് കോൾ സമ്മൺ. ഒരാളെ നന്നായിട്ടങ്ങ് ചീത്ത പറയുക, അതിനെയാണ് ച്യൂ സമ്മൺ ഔട്ട് എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മളിങ്ങനെ ച്യൂ എന്ന് പറഞ്ഞാൽ എന്താ, ചവച്ചരച്ച് ഒരാളൊരു വിധമാക്കി എന്നുള്ളൊരു മീനിങ് കേട്ടോ. അതായത് അയാളെ നന്നായിട്ട് സ്കോൾഡ് ചെയ്യുക. ബൈ എ ലെമൺ എന്ന് പറഞ്ഞാൽ ബൈ എ വെഹിക്കിൾ ദാറ്റ് കോൺസ്റ്റൻ്റ്ലി ഗിവ്സ് യു പ്രോബ്ലം. അതായത് എപ്പോഴും നമുക്ക് പ്രശ്നം ഉണ്ടാക്കുന്ന ഒന്നിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബൈ എ ലെമൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ചെറിയൊരു കണക്ഷൻ കൊടുക്കാം. നമ്മൾ ഈ ലെമണൊക്കെ വാങ്ങുന്ന എപ്പോഴാണ്, ഈ വണ്ടിയൊക്കെ പുതിയ വണ്ടിയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് വണ്ടിയൊക്കെ ആദ്യമായിട്ട് ഓടിക്കുന്ന സമയത്ത് നമ്മൾ ലെമണൊക്കെ വെച്ചിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതേപോലെ ആയിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ. ബൈ എ ലെമൺ മീൻസ് ഇറ്റ് ഇസ് ടു ബൈ എ വെഹിക്കിൾ ദാറ്റ് കോൺസ്റ്റൻ്റ്ലി ഗിവ്സ് യു പ്രോബ്ലം. അടുത്തത് കാസ്റ്റ് ആൻഡ് സ്റ്റൊമക്ക്. കാസ്റ്റ് ആൻഡ് സ്റ്റൊമക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, അയൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് വെരി സ്ട്രോങ്. അപ്പോൾ അതിൻ്റെ അർത്ഥം തന്നെ ഏബിൾ ടു ഈറ്റ് ഓർ ഡ്രിങ്ക് എനിത്തിങ് വിത്തൗട്ട് പ്രോബ്ലം. അപ്പോൾ അയൺ വെച്ചിട്ടുള്ള ഒരു സ്റ്റൊമക്കാണ് അല്ലേ. അപ്പോൾ നമുക്ക് വേറെ ഒരു പ്രശ്നമൊന്നുമില്ല, നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്റ്റൊമക്കാണ്, നമുക്ക് എന്ത് വേണമെങ്കിലും കഴിക്കാം കുടിക്കാം എന്നുള്ളൊരു മീനിങ് ആണ് കാസ്റ്റ് അയൺ സ്റ്റൊമക്ക്. ബൈറ്റ് യുവർ ടങ്. അത് നിങ്ങൾക്ക് അറിയാൻ പറ്റും, നമ്മുടെ ടങ് വെറുതെ ഒന്ന് ബൈറ്റ് ചെയ്ത് നോക്കിയേ, എന്താ, ദാറ്റ് മീൻസ് നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. കീപ് ക്വൈറ്റ് ആണ് കേട്ടോ, കീപ് ക്വൈറ്റ്. അറ്റ് ദി ഡ്രോപ്പ് ഓഫ് എ ഹാറ്റ്. അറ്റ് ദി ഡ്രോപ്പ് ഓഫ് എ ഹാറ്റ് മീൻസ് സഡൻ, പെട്ടെന്ന് എന്നുള്ളൊരു മീനിങ് ആണ് അറ്റ് ദി ഡ്രോപ്പ് ഓഫ് എ ഹാറ്റ്. അപ്പോൾ നമുക്കൊരു ഹാറ്റ് എടുത്തിട്ട് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഹാറ്റ് എടുത്തിട്ട് ഡ്രോപ്പ് ചെയ്യാൻ, താഴത്തേക്ക് വയ്ക്കാൻ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ലേ. അപ്പോൾ അങ്ങനെ ആലോചിക്കുക, അറ്റ് ദി ഡ്രോപ്പ് ഓഫ് എ ഹാറ്റ് ഇറ്റ് മീൻസ് സഡൻ. പാസ് ദി ഹാറ്റ്. ഹാറ്റ് പാസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ആസ്ക് ഫോർ മണി, കാശ് ചോദിക്കുക എന്നൊക്കെ ഒരു മീനിങ്ങാണ്. അപ്പോൾ എന്തെങ്കിലും നമ്മളിങ്ങനെ ഹാറ്റ് ഇങ്ങനെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഹാറ്റിനകത്ത് നമുക്ക് കാശ് ഇടാം എന്നുള്ള രീതിയിലൊക്കെ ആലോചിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ആലോചിക്കാം കേട്ടോ. പാസ് ദി ഹാറ്റ് മീൻസ് ടു ആസ്ക് ഫോർ മണി. നെക്സ്റ്റ് വൺ, ആസ് ഹൈ ആസ് കൈറ്റ്. ആസ് ഹൈ ആസ് കൈറ്റ് എന്ന് പറഞ്ഞാൽ ഹാപ്പി ആൻഡ് എക്സൈറ്റഡ് ആണ്. അതായത് ഭയങ്കര ഭയങ്കര സന്തോഷം എന്നുള്ളൊരു മീനിങ് ഒക്കെയാണ്
ആസ് ഹൈ ആസ് കൈറ്റ്. നമ്മുടെ കൈറ്റ് ഭയങ്കര ഉയർന്നാണ് പോകുന്നത് അല്ലേ. അപ്പോൾ അതേപോലെ നമ്മൾ അത്രയും ഹൈ ആവണമെങ്കിൽ നമുക്ക് അത്രയും എക്സൈറ്റഡ്, നമുക്ക് ഭയങ്കര സന്തോഷമൊക്കെ വരുമ്പോഴല്ലേ നമ്മൾ വെറുതെ പറയില്ലേ നമ്മുടെ തലയിടിച്ചു, ഞാൻ ഭയങ്കര പൊങ്ങിപ്പോയി എന്നൊക്കെ പറയില്ലേ. ദാറ്റ് മീൻസ് ഇറ്റ് ഇസ് ആസ് ഹൈ ആസ് കൈറ്റ്. അങ്ങനെ ആലോചിക്കുക കേട്ടോ. എ സ്ലാപ്പ് ഓൺ റിസ്റ്റ്, നമ്മുടെ റിസ്റ്റിൽ നമ്മുടെ കൈയുടെ അവിടെ ചെറിയൊരു സ്ലാപ്പ്, ഒരു ചെറിയൊരു അടി എന്ന് പറഞ്ഞാൽ മൈൽഡ് പണിഷ്മെൻറ്റ്, ചെറിയ പണിഷ്മെൻ്റ് ആണ് കേട്ടോ. വലിയ പണിഷ്മെൻ്റ് ആണെങ്കിൽ നമ്മൾ റിസ്റ്റിലൊന്നും അല്ല അടിക്കുക, വേറെ എവിടെയെങ്കിലൊക്കെ അടിക്കും അല്ലേ. അപ്പോൾ ഒന്ന് ഓർത്ത് വയ്ക്കുക, സ്ലാപ്പ് ഓൺ റിസ്റ്റ് ഇറ്റ് മീൻസ് മൈൽഡ് പണിഷ്മെൻറ്റ്. കോൾ ഇറ്റ് എ ഡേ എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് വർക്കിംഗ്. അതായത് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കോൾ ഇറ്റ് എ ഡേ എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് വർക്കിംഗ്. നമ്മൾ അടുത്ത് നോക്കാം. കോൾ ഇറ്റ് എ ഡേ എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പ് വർക്കിംഗ് എന്നുള്ളൊരു മീനിങ് ആണ് കേട്ടോ. വർക്കൊക്കെ നിർത്തി വയ്ക്കുക എന്നുള്ളൊരു മീനിങ് ആണ് കോൾ ഇറ്റ് എ ഡേ. ഇമ്പോർട്ടൻ്റ് ആണ്. അറ്റ് മൂട്ട് പോയിന്റ് എന്ന് പറഞ്ഞാൽ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതിനെയാണ് നമ്മൾ പറയുന്നത് അറ്റ് മൂട്ട് പോയിന്റ്. അതായത് നമ്മൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു ഡിബേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഏർപ്പെട്ട് കഴിഞ്ഞിട്ട് അതിന് കറക്റ്റായിട്ടൊരു നമ്മളൊരു കൺക്ലൂഷനിലേക്ക് എത്തുന്നില്ല, ആ ഒരു അതിനെയാണ് നമ്മൾ പറയുന്നത് അറ്റ് മൂട്ട് പോയിന്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അത്തരം കോൺട്രവേഴ്ഷ്യൽ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ മൂഡ് പോകുമെന്ന് ആലോചിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമുക്കിതായിട്ടൊന്ന് കണക്ട് ചെയ്യാം. അറ്റ് മൂട്ട് പോയിന്റ്. ടു പുൾ എ ലോങ് ഫേസ് മീൻസ് സാഡ്, വിഷമാവുക എന്നുള്ളൊരു മീനിങ് ആണ് ടു പുൾ എ ലോങ് ഫേസ്. അപ്പോൾ ചെറിയൊരു ഫേസ് ഇങ്ങനെ വലിച്ച് ലോങ് ആക്കി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമാവും എന്നുള്ളത് കണക്ട് ചെയ്ത് വെക്കാം. അടുത്തത് പൈപ്പ് ഡൗൺ ആണ്. പൈപ്പ് ഡൗൺ മീൻസ് ക്വൈറ്റ്, അതായത് മിണ്ടാതിരിക്കുക, ക്വൈറ്റ് ആയിട്ടിരിക്കുക എന്നൊരു മീനിങ് ആണ് പൈപ്പ് ഡൗൺ. നമ്മുടെ പൈപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഈ നെക്കിൻ്റെ ഒരു ഭാഗം എന്ന് ആലോചിച്ചോളൂ. അത് നമ്മൾ ഡൗൺ ആക്കി വയ്ക്കുക എന്ന് പറഞ്ഞാൽ സംസാരിക്കേണ്ട അല്ലേ, ആ ഒരു മീനിങ് ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അടുത്ത് നോക്കാം. നോ ദി റോപ്സ് എന്ന് പറഞ്ഞാൽ ടു അണ്ടർസ്റ്റാൻഡ് ദി ഡീറ്റെയിൽസ്, എല്ലാ കാര്യത്തിൻ്റെയും ഡീറ്റെയിൽസ് മനസ്സിലാക്കുക എന്നുള്ളൊരു കാര്യമാണ് നോ ദി റോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. നോ ദി റോപ്സ്. ഫീൽഡ് ഡേ എന്ന് പറഞ്ഞാൽ എൻജോയബിൾ ഡേ ആണ്. നമുക്ക് ഭയങ്കരമായിട്ട് എൻജോയബിൾ ആയിട്ടുള്ളൊരു ദിവസത്തിനെയാണ് ഫീൽഡ് ഡേ എന്ന് പറയുന്നത്. അപ്പോൾ ഫീൽഡിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ടൊരു എൻജോയ്മെൻ്റ് ആണ് അല്ലേ. ഇപ്പോഴത്തെ ഒരു അവസ്ഥയൊക്കെ വെച്ചിട്ട് ഫീൽഡൊക്കെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫീൽഡ് ഡേ എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ ആൻ എൻജോയബിൾ ഡേ എന്നുള്ള രീതിയിൽ ആലോചിക്കുക. പിള്ളേർക്കൊക്കെ ഓടി കളിക്കാനും ഒക്കെ ഒരു സ്ഥലം ഉണ്ടല്ലോ, അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. എ മാൻ ഓഫ് സ്ട്രോ ഇറ്റ് മീൻസ് എ വീക്ക് പേഴ്സൺ. സ്ട്രോ വെച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള മാനാണ്, അപ്പോൾ എന്തായാലും ഇത്ര സ്ട്രോങ് ഒന്നും ആയിരിക്കില്ല. ഇറ്റ് ഈസ് എ വീക്ക് പേഴ്സൺ. അടുത്തത് ചിപ്പ് ഓൺ യുവർ ഷോൾഡർ എന്ന് പറഞ്ഞാൽ ബീങ് അപ്സെറ്റ് ഫോർ സംതിങ് ദാറ്റ് ഹാപ്പൺ ഇൻ ദി പാസ്റ്റ്. പണ്ട് എപ്പോഴോ നടന്നിട്ടുള്ള ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അപ്സെറ്റ് ആയിട്ടിരിക്കുക, അതിനെയാണ് നമ്മൾ പറയുന്നത് ചിപ്പ് ഓൺ യുവർ ഷോൾഡർ കേട്ടോ. നമ്മുടെ ഷോൾഡറിൽ വന്നിട്ട് ഒരു ചിപ്പ് വന്ന് വീണു എന്ന് പറഞ്ഞാൽ നമ്മൾ അപ്സെറ്റ് ആണ്, പക്ഷെ മുമ്പ് എപ്പോഴോ നടന്നിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ അപ്സെറ്റ് ആയിട്ടിരിക്കുക. ഡൂയിങ് ദി റൗണ്ട്സ് എന്ന് പറഞ്ഞാൽ ടു ബി പാസ്ഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ. അപ്പോൾ നമ്മളിങ്ങനെ റൗണ്ടിലൊക്കെ ഇരുന്നിട്ട് എല്ലാം ഇങ്ങനെ പാസ് ചെയ്തൊക്കെ ഒരു പേഴ്സണിൽ നിന്ന് വേറൊരു പേഴ്സണിലേക്ക് പാസ് ചെയ്യുക എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് ആലോചിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ ആലോചിക്കാം കേട്ടോ. ഡൂയിങ് ദി റൗണ്ട്സ്, ഓക്കെ, ടു ബി പാസ്ഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ പേഴ്സൺ. നെക്സ്റ്റ് വൺ അടുത്ത് നോക്കാം. ബിറ്റ്വീൻ ദി കപ്സ് ആൻഡ് ലിപ്സ് ഇറ്റ് മീൻസ് ഓൺ ദി പോയിന്റ് ഓഫ് അച്ചീവ്മെൻറ്റ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ അച്ചീവ് ചെയ്യാൻ പോകുന്ന അതിനെയാണ് നമ്മൾ പറയുന്നത് ബിറ്റ്വീൻ ദി കപ്സ് ആൻഡ് ലിപ്സ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് നമുക്ക് ആലോചിക്കാം. നമ്മളിപ്പോൾ എന്തെങ്കിലുമൊക്കെ ജയിച്ചു എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ നമുക്ക് ട്രോഫി അല്ലെങ്കിൽ കപ്പൊക്കെ കിട്ടുമല്ലോ. കപ്പൊക്കെ കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ചിലപ്പോൾ അതിനൊരു ഉമ്മയൊക്കെ കൊടുക്കും. അപ്പോൾ അതേ തരത്തിലൊന്ന് ആലോചിച്ച് വയ്ക്കുക. ബിറ്റ്വീൻ ദി കപ്സ് ആൻഡ് ലിപ്സ് കേട്ടോ. നമ്മുടെ ട്രോഫിയും നമ്മുടെ ലിപ്സും എന്നുള്ള രീതിയിലൊന്ന് കണക്ട് ചെയ്ത് വയ്ക്കുക. ദാറ്റ് മീൻസ് ഓൺ ദി പോയിന്റ് ഓഫ് അച്ചീവ്മെൻറ്റ്. നമുക്ക് എന്തെങ്കിലും വിജയമൊക്കെ വരുന്ന സമയത്തായിരിക്കും കപ്പ് കിട്ടുന്നത് എന്നുള്ള രീതിയിൽ കണക്ട് ചെയ്താൽ മതി. നെക്സ്റ്റ് വൺ ആൻ അയൺ ഹാൻഡ് അല്ലേ. അയൺ ഹാൻഡ് എന്ന് പറഞ്ഞാൽ ബൈ ഫോഴ്സ്. നമുക്കറിയാമല്ലോ അയൺ എന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ് ഇസ് വെരി ഹാർഡ്. അപ്പോൾ അത് വെച്ചിട്ടുള്ള കൈയാണെന്ന് പറഞ്ഞാൽ നല്ല അയൺ ഹാൻഡൊക്കെ വെച്ചിട്ട് ഒരു അടി കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഫോഴ്സ് ആയിരിക്കില്ലേ. അങ്ങനെ ആലോചിക്കുക. ഡോണ്ട് ലുക്ക് എ ഗിഫ്റ്റ് ഹോഴ്സ് ഇൻ ദി മൗത്ത്. ദാറ്റ് മീൻസ് ഡോണ്ട് ഫൈൻഡ് ഫോൾട്ട് വിത്ത് ദി ഗിഫ്റ്റ്. അതായത് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ള ഹോഴ്സിൻ്റെ മൗത്ത് നോക്കിക്കൊണ്ടിരിക്കരുത് എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കുറ്റങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കരുത്. നമുക്ക് എന്തായാലും ഒരു ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളതാണ്, അതിൻ്റെ കുറ്റങ്ങൾ കണ്ടുപിടിക്കരുത് എന്നുള്ളൊരു മീനിങ് ആണ്. ഡോണ്ട് ഫൈൻഡ് ഫോൾട്ട് വിത്ത് ദി ഗിഫ്റ്റ്. ഓക്കെ, അപ്പോൾ ഇത്രയും ഇഡിയംസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ വേണമെങ്കിൽ ഇഡിയംസ് ഒക്കെ ഒന്ന് വേഗം പറയാം, കാരണം കുറേ പേര് ഇതുപോലെ ഒന്ന് റിക്വസ്റ്റ് ചെയ്തിരുന്നു ലാസ്റ്റ് ആകുമ്പോൾ എല്ലാതും ഒന്ന് സ്പീഡിൽ പറയുമെന്ന് വെച്ചിട്ട് വേഗം ഒന്ന് പറയാം. എഗെയിൻസ്റ്റ് ദ ഗ്രെയിൻ എന്ന് പറഞ്ഞാൽ എഗെയിൻസ്റ്റ് നോർമൽ പ്രൊസീജിയർ, ഗിഫ്റ്റ് ഓഫ് ദി ഗ്യാപ്പ്, സ്പീക്ക് വിത്ത് എലക്വൻസ്, ഫ്ലൈ ഇൻ ദി ഓയിൻമെൻറ്റ്, സ്വർഗത്തിലെ കട്ടുറുമ്പ്, കീൻ ആസ് മസ്റ്റേർഡ്, ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അല്ലേ, ബ്രൗൺ സ്റ്റഡി കറക്റ്റായിട്ട് പഠിക്കുന്നില്ല, ബോസം ഫ്രണ്ട്, ഇൻറ്റിമേറ്റ് ഫ്രണ്ട്, ടങ് ഇൻ ചീക്ക് മീൻസ് ഹ്യൂമർ, സൗത്ത് പോ ലെഫ്റ്റ് ഹാൻഡഡ്, ത്രോ ഇൻ ദി ടവൽ അക്സെപ്റ്റ് ഡിഫീറ്റ്, ഹിറ്റ് ദി ബുക്സ് സ്റ്റഡി, ഹിറ്റ് ദി ഹേ സ്ലീപ്പ്,
chew someone out, scold someone, buy a lemon, എപ്പോഴും buy a vehicle that constantly gives you problem, cast iron stomach, able to eat or drink anything without problem, bite your tongue, മിണ്ടാതിരിക്കുക, കീപ് ക്വൈറ്റ്, അറ്റ് ദി ഡ്രോപ്പ് ഓഫ് എ ഹാറ്റ്, പെട്ടെന്ന് തന്നെ നമുക്ക് ഹാറ്റ് ഡ്രോപ്പ് ചെയ്യാം, പാസ് ദി ഹാറ്റ്, കാശിന് വേണ്ടിയിട്ട്, പിന്നെ ആസ് ഹൈ ആസ് കൈറ്റ്, ഹാപ്പി ആൻഡ് എക്സൈറ്റഡ്, എ സ്ലാപ്പ് ഓൺ റിസ്റ്റ്, മൈൽഡ് പണിഷ്മെൻറ്റ്, കോൾ ഇറ്റ് എ ഡേ, സ്റ്റോപ്പ് വർക്കിംഗ്, അറ്റ് മൂഡ് പോയിന്റ്, കോൺട്രവേഴ്ഷ്യൽ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മുടെ മൂഡ് പോകും, ടു പുൾ എ ലോങ് ഫേസ് മീൻസ് ഇറ്റ് ഇസ് ടു ബി സാഡ്, പൈപ്പ് ഡൗൺ, ക്വൈറ്റ് ആവുക, നോ ദി റോപ്സ്, ടു അണ്ടർസ്റ്റാൻഡ് ദി ഡീറ്റെയിൽസ്, ഫീൽഡ് ഡേ, എൻജോയബിൾ ഡേ, എ മാൻ ഓഫ് സ്ട്രോ, എ വീക്ക് പേഴ്സൺ, a chip on your shoulder, being upset for something that happened in the past, പണ്ടെപ്പോഴും നടന്നിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് അപ്സെറ്റ് ആയിട്ടിരിക്കുക കേട്ടോ, doing the rounds, to be pressed from one person to another, find the cups and lips on the point of achievement, an iron hand by force, don't look a gift horse in the mouth, don't find fault with the gift. അപ്പോൾ ഇത്രയും ഇഡിയംസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സെക്ഷൻ ചെയ്യാൻ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലരും ഇഡിയംസ് ചെയ്യാൻ പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്തിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ കേട്ടോ. അപ്പോൾ അതേപോലെ നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോസ് ചെയ്യണമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. അപ്പോൾ കമൻറ്റ്സ് അനുസരിച്ചിട്ട് ഞാൻ മാക്സിമം വരുന്ന കമൻറ്റ്സ് അനുസരിച്ചിട്ട് അതുപോലെ വീഡിയോ ചെയ്യാൻ ശ്രമിക്കാം. അതേപോലെ ഇഡിയംസിൻ്റെ മുമ്പത്തെ കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാണാത്ത ആൾക്കാർക്ക് വേണമെങ്കിൽ തീർച്ചയായിട്ടും അത് കാണാം കേട്ടോ. അതേപോലെ തന്നെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്കും കൂടി കൊടുക്കാം. ഇന്ന് ഗ്രാമർ സെക്ഷൻ്റെ ക്ലാസ് ഉണ്ട്, അത് 8:30-ക്കാണ്. A to Z കേരള എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിനകത്താണ്. തീർച്ചയായിട്ടും എല്ലാവരും ആ ഒരു ക്ലാസ്സിൽ ഒന്ന് ജോയിൻ ചെയ്യുക. മൊത്തം ഇംഗ്ലീഷിൻ്റെ ഒരു ചെറിയൊരു ക്യാപ്സ്യൂൾ ഫോമിലാണ് ക്ലാസ് ഉള്ളത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഓൾ ഫോർ സപ്പോർട്ടിങ്. ബൈ.